എല്ലാ വിദ്യാർത്ഥികൾക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഡോക്ടർ രമണി അഡ്കുരിയുടെ ബാത് ഉസ് മംഗൾവാർ എന്ന് പറഞ്ഞ ഡയറിയുടെ ചില ഭാഗങ്ങളായി. അപ്പോൾ ഡോക്ടർ രമണി അഡ്കുരി അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതും അവിടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കുറച്ചും കൂടി ഭാഗങ്ങൾ എടുക്കാനുണ്ട്, അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഭക്ഷണം വളരെ സ്വാദിഷ്ടമായി തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം ആ വീഡിയോയുടെ അവസാനം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ചില ആളുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, ഇനിയും ആളുകൾ അയച്ചു തരാൻ ബാക്കിയുണ്ട്. അവർ വീഡിയോ കണ്ട ഉടനെ തന്നെ അയച്ചു തരാൻ പരമാവധി ശ്രദ്ധിക്കുക, എന്നാലേ അത് കൃത്യമായിട്ട് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി കൂടി നമുക്ക് നോക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ. मेरे काम का एक बड़ा हिस्सा इन बेचारों की स्थितियों को समझना है. ഞാൻ എൻ്റെ ജോലിയുടെ ഒരു വലിയ ഭാഗവും ഈ ബേച്ചാരോं की स्थितियों को समझना, ഈ പാവപ്പെട്ട ആളുകളുടെ അവസ്ഥകൾ മനസ്സിലാക്കാനാണ് ഞാൻ എൻ്റെ ജോലിയുടെ ഒരു വലിയ ഭാഗവും ഉപയോഗിച്ചിട്ടുള്ളത്. കൈ മരീസും കോ ഇഞ്ചക്ഷൻ പർ ബടാ വിശ്വാസ് ഹോത്താ ഹൈ. മരീസ് എന്ന് പറഞ്ഞാൽ രോഗികൾ. ഒരുപാട് രോഗികൾക്ക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്, വിശ്വാസം. इतना कि अगर केवल गोलियों दी जाए तो उन्हें लगता ही नहीं कि उनका इलाज हो रहा है. ഞാൻ അവർക്ക് ഗോലി എന്ന് പറഞ്ഞാൽ മരുന്നുകൾ, ഗുളികകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരുടെ വിചാരം അവരുടെ ചികിത്സിക്കുന്നില്ല എന്ന്. മരുന്നൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ചികിത്സ കിട്ടുന്നില്ല എന്നാണ് അവരുടെ വിചാരം. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇഞ്ചക്ഷനാണ് ഏറ്റവും പ്രധാനം എന്നാണ് ആ രോഗികളൊക്കെ വിചാരിച്ചിട്ടുള്ളത്. तो उन्हें समझना पड़ता है कि ज़्यादातर इंजेक्शन महंगे तो होते ഈ ഔർ ഗൈർ ജരൂരി ബി ഹോത്തെ. അങ്ങനെ എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു, ഇഞ്ചക്ഷൻ അധികവും വില കൂടിയതാണ്, മഹങ്ക വില കൂടിയതുമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. മരുന്നുകൾ കൊണ്ടും ഗുളികകൾ കൊണ്ടുമാണ് യഥാർത്ഥ ചികിത്സ നടക്കുന്നത് എന്ന് എനിക്ക് അവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് വന്നു. കാരണം അവർക്ക് ഇഞ്ചക്ഷൻ വെച്ചാലേ അസുഖം മാറുള്ളൂ എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ആദ്യം ഉണ്ടായിരുന്നു. അതെനിക്കിങ്ങനെ പറഞ്ഞ് മാറ്റിക്കൊടുക്കേണ്ടി വന്നു. ആജ് കെ ജമാനോ മേ കൈ ലോഗ് സോച്ചെങ്കെ കി ഏക് ഡോക്ടർ കാ യേ സബ് കാം തോ നഹി. ഇന്നത്തെ സമൂഹത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്, ചില ആളുകൾ വിശ്വസിക്കുന്നത് ഇപ്രകാരമാണ്. എങ്ങനെ? ഒരു ഡോക്ടർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊന്നും? ഘനെ ജംഗലോ കെ ബീച്ച് സഫർ കർണ, ഇടതൂർന്ന കാടുകളിലൂടെ യാത്ര ചെയ്യുക. സഫർ കർണ യാത്ര ചെയ്യുക. പൈതൽ നദി പാർക്കർ ഗരീബ് ലോകോ ഇലാജ് കർണ, എന്നിട്ടോ കാൽനടയായിട്ട് നദി മുറിച്ച് കടന്നിട്ട് പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുക. ഇതൊന്നും ഒരിക്കലും ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയില്ല, പറ്റില്ല എന്നൊക്കെയാണ് ചില ആളുകൾ, ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്നത്തെ സമൂഹത്തിലുള്ള ചില ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. ऐसे लोगों को जो फीस भी नहीं दे सकते. എങ്ങനെയുള്ള ആളുകളാ? ഫീസ് പോലും തരാൻ കഴിയില്ലാത്ത ഈ രോഗികൾക്ക് ഒരിക്കലും പഠിപ്പും വിവരവുമുള്ള ഒരു ഡോക്ടർ ഇങ്ങനെ ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സമൂഹത്തിലുള്ള ചില ആളുകളാണ് അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. അതുമാത്രല്ല, ബിന ലൈറ്റ് പങ്കെ ബീച്ച് ജംഗൽ മേ കച്ചി ചോമ്പടി മേ മരീസോ കോ ദേഖ്ന. എങ്ങനെയാണ് അവർ പറയുന്നത്? ലൈറ്റ് ഇല്ലാതെയും പങ്കെ എന്ന് പറഞ്ഞ ഫാൻ ഇല്ലാതെയും കാടിനുള്ളിൽ കച്ചി ചോമ്പടി, ചെറിയ ചെറിയ കുടിലുകൾ, ആദിവാസികളുടെ കുടിലുകൾ ഉണ്ടാവില്ല, അതുപോലത്തെ കുടിലുകളിൽ ചെന്നിട്ട് മരീസൊക്കെ തേക്കിന, രോഗികളെ നോക്കുക. ജമീൻ പർ സോന, തറയിൽ കിടന്നുറങ്ങുക. ജമീൻ എന്ന തറ എന്നാണ് ഉദ്ദേശിക്കുന്നത്, മണ്ണിൽ നിന്ന് കിടന്നുറങ്ങുക. ക്യാ യേ സബ് ഏക് പടാ ലിഖാ ഡോക്ടർ കർത്താ ഹൈ. ഇതൊന്നും ഒരിക്കലും ഒരു വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സമൂഹത്തിലുള്ള ചില ആളുകൾ വിശ്വസിച്ചിരിക്കുകയാണ്. മുജ്സെ കൈ ലോഗ് പൂച്ഛത്തെ ഹെ കി ഷഹർ മേ മേരാ ക്ലിനിക് കഹാ ഹൈ. എന്നോട് തന്നെ ഡോക്ടർ രമണി അഡ്കുരി പറയാണ്, എന്നോട് തന്നെ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഷഹർ മേ മേരാ ക്ലിനിക് കഹാ ഹൈ, പട്ടണത്തിൽ നിങ്ങളുടെ ക്ലിനിക് എവിടെയാണ്? എന്നോട് ആളുകൾ ചോദിച്ചതാണ്. അവരുടെയൊക്കെ വിചാരം എനിക്ക് വേറെ ക്ലിനിക്ക് പട്ടണത്തിലുണ്ട്, അത് വിചാരിച്ചിട്ടാണ് അവർ ഇപ്രകാരമൊക്കെ ചോദിക്കുന്നത്. മേരാ ജവാബ് ഹോത്താക്കി മേരാ ക്ലിനിക് ഷഹർ മേ നഹീ. എൻ്റെ മറുപടി എന്താണ്? മേരാ ക്ലിനിക് ഷഹർ മേ നഹീ. ഷഹർ മീൻസ് പട്ടണം.
എൻ്റെ ക്ലിനിക്ക് പട്ടണത്തിലൊന്നുമില്ല, എനിക്കുള്ള ആകെ ഞാൻ ചികിത്സിക്കുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണെന്ന് അവർ പറഞ്ഞു. യഹി ജംഗൽ കെ ബീച്ച് യേ സബി മേരെ ക്ലിനിക് ഹെ. ഈ കാട്ടിനുള്ളിലുള്ള ക്ലിനിക്കാണ് എൻ്റെ എല്ലാം. ഈ കാട്ടിനുള്ളിൽ ഞാൻ നടത്തുന്ന ചികിത്സയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലമതിക്കാനാവാത്തത് എന്ന് ഡോക്ടർ പറയുമായിരുന്നു. മുझे ഇസി തരക്ക ഡോക്ടർ ബനേ. എനിക്ക് ഇതുപോലത്തെ ഒരു ഡോക്ടറായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി. എങ്ങനെയുള്ള ഡോക്ടറാണ്? പാവങ്ങളായിട്ടുള്ള ആളുകളെ, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ, പൈസ ഇല്ലാത്ത ആളുകളെ, അവരെയൊക്കെ ചികിത്സിക്കുക, എന്നിട്ട് അതിലൂടെ ഒരു സുഖം കണ്ടെത്തുക, ജീവിതത്തിനൊരു ആനന്ദം കണ്ടെത്തുക എന്നതാണ് ഡോക്ടർ രമണി അഡ്കുരിയുടെ സവിശേഷമായ സ്വഭാവം. യഹി കാം മുझे അച്ഛാ ലഗ്താ ഹൈ. ഈ ജോലി എനിക്ക് വളരെ നല്ലതായിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയായിട്ടാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും എന്നെ നിർബന്ധിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കുടുംബക്കാരുടെയോ മറ്റു ആളുകളുടെയോ ഒക്കെ നിർബന്ധം കൊണ്ടോ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരത്തിൽ, സ്വന്തം ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത ഒരു ജോലിയാണിത്. യഹി കാം മുझे അച്ഛാ ലഗ്താ ഹൈ. അതുകൊണ്ട് ഞാൻ വളരെ വളരെ നല്ല രീതിയിൽ ഈ ജോലി ഞാൻ സ്വന്തമായി ചെയ്യുന്നു. അവർ ഇസി കാം കാ മുझे റോസ് ഇന്തിസാർ ഹെത്താ. ഇതുപോലുള്ള ജോലി കിട്ടാനാണ് ഞാൻ എന്നും പ്രതീക്ഷിച്ചിരിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ രമണി അഡ്കുരി തൻ്റെ ഡയറിയിലൂടെ പറയാം. അപ്പോൾ സമൂഹത്തിൽ നമ്മൾ പഠിച്ച, കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന് മുന്നേ ക്ലാസ്സിലൊക്കെ പഠിച്ച കവിതയിലെ ഡോക്ടറെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നേർ വിപരീതമാണ് ഇവിടെ, അല്ലേ? ഇതുപോലുള്ള ഡോക്ടർമാരും സമൂഹത്തിൽ ധാരാളം ഉണ്ട്. എങ്ങനെയുള്ള ഡോക്ടർമാരാണ്? തൻ്റെ വിവരവും വിദ്യാഭ്യാസമൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, തൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ തേടിപ്പോയിട്ട്, അല്ലാതെ അവരെ ഇങ്ങോട്ട് വരുത്തില്ല, അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവരെ ഫീസ് പോലും വാങ്ങാതെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുടെ ഡയറിയാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. അവിടെ ഇസി കാം കാ മുझे റോസ് ഇന്തിസാർ ഹെത്താ. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ രമണി അഡ്കുരി പറഞ്ഞത്, ഇസി കാം, ഇതുപോലുള്ള ജോലി, മേം റോസ്, ഞാൻ പതിവായി ഇന്തിസാർ ഹെത്താ, കാത്തിരിക്കാൻ ആരെന്നോട് പറഞ്ഞാലും എനിക്ക് വളരെ ഇഷ്ടത്തോടെ ചെയ്യാൻ സാധിക്കും, കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഈ വീഡിയോയിലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് നമുക്ക്. അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മരീസ് ഗൈർ ജരൂരി ഇഞ്ചക്ഷൻ ചാഹത്തെ ഹൈ ക്യോ? മരീസ്, രോഗികൾ തീർച്ചയായിട്ടും ഇഞ്ചക്ഷൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് എന്നാണ്. നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ചെയ്യണം. 2 മാർക്കിൻ്റെ രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മരീസ് ഔ ഗൈർ ജരൂരി ഇഞ്ചക്ഷൻ ചാഹത്തെ ഹൈ ക്യോ? ക്യോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. അടുത്ത ചോദ്യം, യഹി ജംഗൽ കെ ബീച്ച് യേ സബി മേരെ ക്ലിനിക്. ഈ കാട്ടിനുള്ളിലെ ഈ ക്ലിനിക്കാണ് എൻ്റെ എല്ലാം. ഇസ്സെ ആപ്പിനെ ക്യാ സമീക്ഷ. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഈ കാട്ടിലുള്ള ക്ലിനിക്കാണ് എൻ്റെ എല്ലാം എന്ന് ഡോക്ടർ രമണി അഡ്കുരി പറയുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഈ പാഠഭാഗം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ട് ഡോക്ടർ രമണി അഡ്കുരിക്ക് ചരിത്രഗതി വിശേഷതാവും പർ ടിപ്പണി ലിഖേ. നിങ്ങൾക്ക് മനസ്സിലായ ഡോക്ടർ രമണി അഡ്കുരിയുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതുക. എന്തൊക്കെ സ്വഭാവങ്ങളാണ് ഡോക്ടർ രമണി അഡ്കുരിക്കുള്ളത് എന്നുള്ളത് പാഠഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിൽ കിട്ടാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ.